ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോൾഡർ മൂവി വീഡിയോ. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടം കണ്ടു. 6 മാധുരിയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് കാണിച്ചത് അബോവ് ആവറേജ് സാധനമാണ്. സ്പോയിലേഴ്സ് ഉണ്ട്, എന്ത് പോസിറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാവരും കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അബോവ് ആവറേജ് ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കമൽ ഹാസൻ, സിദ്ധാർത്ഥ്, പ്രിയ ഭവൻ ശങ്കർ, രാജ അഗർവാൾ, പിന്നെ ആരാണ്, രകുൽപ്രീത് സിംഗ്, പിന്നെ കാളിദാസ് ജയറാം, നെടുമുടി വേണു, വിവേക്, മനോബാല, ജഗൻ ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സക്കീർ ഹുസൈനൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരാളും കൂടി എസ് ജെ സൂര്യയും കൂടി അഭിനയിച്ചിട്ടുണ്ട്. പടത്തിൽ അഭിനയിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ കമൽ ഹാസൻ, എൻ്റെ പൊന്നമ്മോ, അങ്ങാര് പൊളിച്ചിട്ടുണ്ട് മോനെ. വേറെ ലെവലോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ആ ബോഡി ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം അയാളുടെ ഷർട്ട് കീറിപ്പോണ ഒരു സീനുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവൻ ഷോ കാണിച്ചതെന്ന് തോന്നുന്നു. അതെന്തിലോട്ട് ബാക്കി എല്ലാ ഫൈറ്റ് സീക്വൻസസും സൂപ്പർബ്, വേറെ ലെവലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാജറൊക്കെ കേമിയോ ആണ്. തേർഡ് പാർട്ടിലാണ് മെയിനായിട്ട് കാണിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ട്രെയിലറായിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ്. പ്രിയ ഭവൻ ശങ്കർ, രകുൽപ്രീത് സിംഗ് ഇവരെയൊക്കെ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന ബെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സാമുദ്രകനിയുണ്ട്. സാമുദ്രകനി നല്ലൊരു മനോബാല, ഡൽഹി ഗണേഷ്, പിന്നെ ആരും ഉണ്ട്, തമ്പി രാമയ്യൊക്കെ അവരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ലെജൻഡ് വില്ലൻസാണ്. തമ്പി രാമയ്യ കോമഡിയാണെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് എനിക്ക് ഈ പടത്തിൽ അങ്ങേർക്ക് നല്ല എക്സ്പെക്റ്റേഷൻ തോന്നിയതുകൊണ്ട് ചെയ്താന്ന് തോന്നുന്നു. തമ്പി രാമയ്യ. പിന്നെ ആരുള്ളത്, ജഗൻ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. കാളിദാസ് ജയറാം കേമിയോ. വേറെ കാര്യമൊന്നുമില്ല, ഇയാളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കമലാസന. ഇത് കാണുന്നുണ്ടല്ലോ ആയിരിക്കാം ചെറുക്കാണ് ഇരിക്കുന്നത്. അതിലോട്ട് എസ് ജെ സൂര്യ കേമിയോ തേർഡ് പാർട്ടിലാണ് മെയിൻ വില്ലനായിട്ട് വരിക. ഇതിലൊരു കേമിയോ കൊണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ. പിന്നെ ഇതിലെ ബാക്കിയുള്ള വില്ലൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആര്യ വില്ലെന്ന് പറഞ്ഞ ഇതാണ് എന്തുകൊണ്ടുണ്ടെങ്കിൽ ഗണപ്പാത് സിനിമയിലെ വില്ലനായിട്ട് വന്ന സിയാദ് ബക്രിയാണ്. രണ്ടാമത് ചാവണ വില്ലെന്ന് പറയണത് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഒന്ന് ലോഹത്തിലെ സിദ്ദിഖും അജ്മൽ അമീറും കൂടി ക്രോസ് ഓവറായിട്ട് വന്ന ഒറ്റയാണ്. അത് ഹിന്ദിക്കാരാണ്, അത് വേറെ കാര്യം. അപ്പോൾ ആദ്യം ഞാൻ സക്കീർ ഹുസൈനുണ്ട്, അത് പറയാനുള്ളത്. മൂന്നാമത് ചാവണവൻ എങ്ങനെയാണ് ഇത് സരൈനോടുവിലെ സരൈനോട് എന്ന സിനിമയുണ്ട്, അല്ലു അർജുനുണ്ട്. ഏത് വർഷം കുറച്ചുകൂടെ ഓർമ്മയില്ല. ബോയപ്പ് ശ്രീനുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നത്. അതൊരു വില്ലനായിട്ട് വന്ന ആദ്യം പിന്നെ സിറ്റിയുടെ റെഫറൻസ് എടുത്തിട്ട് നൈസായി കോപ്പി അടിച്ചിട്ടുണ്ട് നമ്മുടെ ശങ്കരണ്ണൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, കേമിയാണ് തേർഡ് പാർട്ടിലാണ് മെയിനായിട്ട് വരണത്. അതുകൊണ്ട് ഇതിൽ എത്ര മൊക്കമായിട്ട് വന്നാലും തേർഡ് പാർട്ടിൽ അടിപൊളിയായിട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഇയറാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ആണ് വേറെ ലെവൽ. പിന്നെ ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക്
ചില സീൻസ് കണ്ടപ്പോൾ എന്തോ പേടിച്ചു പോയിരുന്നു പടം. എന്തോ അബവ് ആവറേജ് എങ്കിലും എത്തില്ല എന്ന് ഒരു പൊട്ട് എനിക്ക് മൊക്കയിട്ട് തോന്നുന്നു ഞാൻ വിചാരിച്ചാണ്. ബട്ട് അത് റീറൈറ്റ് ചെയ്യിപ്പിച്ചു. മീൻസ് എൻ്റെ ആ സംശയം മാറി കിട്ടി. അതുകൊണ്ട് താങ്ക് യു പറയാനേ പറ്റും. താങ്ക് യു പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് ഭാസ്കരൻ. നിങ്ങൾക്ക് ഇതൊരു വർക്കായിട്ട് നിങ്ങൾ ചിലപ്പോൾ ശങ്കരൻ ഇത് സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശങ്കരന് ചിലപ്പോൾ ഞങ്ങൾ തെറി വിളിച്ചെന്ന് വരും എനിക്ക് അറിഞ്ഞോട്. ചിലപ്പോൾ ഇത് 1000 കോടി അടിക്കുമോ 1000 കോടി അടിക്കുമെന്നൊന്നും ഉറപ്പില്ല. എന്നാൽ 500 കോടി എങ്കിലും അടിക്കുമായിരിക്കും എന്ന് വിചാരിക്കാന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം തമിഴ് മൂവി ഫിലിം ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് 50 crore ക്ലബ്ബ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയാണ് ഇന്ത്യൻ. അപ്പോൾ ഇതിൻ്റെ പരിവ് എങ്ങനെയായിരിക്കും അറിയാമല്ലോ. അതിൻ്റെ സക്സസറാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സക്സസറായിട്ടാണ് തേർഡ് പാർട്ട് പറയണത് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഉറപ്പായിട്ടും വീട്ടിങ് എന്ന് പറയാൻ പറ്റിയൊരു സാധനമായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് ഇറക്കാൻ വേണ്ടി ഇപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയെന്നാണ് കേട്ടത്. എന്തായാലും നല്ല എഡിറ്റിങ് സിനിമയുടെ 3 മണിക്കൂറാണ് ഈ സിനിമയുടെ ടോട്ടൽ ദൈർഘ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എഡിറ്റർ ഈസ് ശ്രീകർ പ്രസാദ്. ഇത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോട്ടോ. അത് വേറെ കാര്യം. സൂപ്പർബ് എഡിറ്റിങ്. പിന്നെ രവി വർമ്മൻ ISC എന്ന് പറഞ്ഞ ഒരാളാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സൂപ്പർബ്. നിങ്ങൾ ഇനിയും ചെയ്യണം എന്ന് മാത്രം പറയാനുള്ള അവരോട്. പിന്നെന്തെന്ന് പറയണ്ടത്? മ്യൂസിക് പറയാനിരിക്കുകയായിരുന്നു. ഫസ്റ്റ് പാർട്ടിലെ മ്യൂസിക് ഇതൊരു കമ്പാരിസൺ ആവാൻ ചാൻസ് ഉണ്ട് ഈ മ്യൂസിക്കിൻ്റെ സൈഡിൽ. കാരണം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പാർട്ടിൽ ARR ആണ് മ്യൂസിക് ചെയ്തിരുന്നത്. മീൻസ് A റഹ്മാൻ. അതിൽ പിന്നെ പറയാൻ പറ്റില്ല. ഈ 28 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 90s പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇമോഷണൽ ടൈപ്പ് ബീജം അത്യാവശ്യം ആവശ്യമുള്ള ഒരു കാലമാണത്. അത്യാവശ്യം ഒരു ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാലും ഒരു കൊമേഴ്ഷ്യൽ പടം അല്ല ഒരു ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാലും അതിലൊരു കുറച്ച് കൂടുതലെങ്കിലും ഒരു പകുതിയോളം ഇമോഷണൽ സീൻസ് എങ്കിലും ആവശ്യം വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇമോഷണൽ സീൻസാണ് വേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ഈ 2K സൈഡ് വെച്ച് നോക്കുമ്പോൾ മീൻസ് 28 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വൈബ് കാണിക്കാൻ വേണ്ടി നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് അനിരുദ്ധിനെ കയറ്റിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടിലോട്ട് അങ്ങനെ തന്നെയാണ് ഒരു വൈബ് സോങ് പക്ക കൺഫേംഡ് ആയിരിക്കുകയാണ്. ഇതിൽ ഗദ്റൽ ഇനി മറ്റേ ഗദ്റൽ 2.0 വരുമോ അറിഞ്ഞോട്ടെ കേട്ടോ. എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെന്തോന്നാ ബീജം സൂപ്പർബ്. പക്ഷേ A റഹ്മാൻ്റെ അത്രയില്ല. അത് വേറെ കാര്യം. പിന്നെ A റഹ്മാന് ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ. അതുകൊണ്ടാണ് ഈ സിനിമയിൽ നിന്ന് പോയെന്ന് എനിക്കൊരു വിശ്വാസം പോരാ. ചിലപ്പോൾ ഇങ്ങനെ സെക്കൻഡ് പാർട്ട് 28 വർഷത്തിന് ശേഷം എന്തോ ആണ് സെക്കൻഡ് പാർട്ട് ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് എല്ലാം ദേഷ്യപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ ശങ്കരണ്ണനോട്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ചാൻസ് ഉള്ളത്. പക്ഷേ ഇതിൽ തന്നെ മ്യൂസിക് ചെയ്തിരുന്നുവെങ്കിൽ ഈ പടം 500 കോടി ഞാൻ പറഞ്ഞല്ലോ 500 കോടി ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്നേ പറയാനുള്ളൂ. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു 1000 കോടി താങ്ങൂല. 1000 കോടി ഇങ്ങോട്ട് കുറച്ച് മീൻസ് നമ്മുടെ പട്ടാൻ്റെയോ അല്ലെങ്കിൽ ജവാൻ്റെ റെക്കോർഡ് മറികടന്നാണ്. ചിലപ്പോൾ മറികടന്നാണ്. എന്തായിരുന്നു ബീജം കാരണമെങ്കിലും എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ കമലഹാസൻ്റെ ആക്ടിങ്. സിദ്ധാർത്ഥിൻ്റെ കാര്യം ഞാൻ പറയാനിരിക്കണമായിരുന്നു. ബോബി സിംഹ അവരൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ബോബി സിംഹ ഇടയ്ക്ക് അവസാനം പറയുമ്പോൾ വില്ലനാവുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ കൊല്ലാന്നൊക്കെ ഉണ്ട്. അതൊന്നും സംഭവം എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ശ്രദ്ധിക്കാൻ പറ്റില്ല. സോറി.
അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അത് പിന്നെ ഇത് ഇറങ്ങിപ്പോകാൻ വന്നിരുന്ന പക്ഷേ പെട്ടെന്ന് അയാളെ കൊല്ലം ഇങ്ങനെ എന്തോ കർമ്മോ എന്തോ ചെയ്തിട്ട് അത് മറ്റേ ഫാസ്റ്റ് പാർട്ടിലുണ്ട്. അന്ന് ചെയ്തിട്ട് അയാൾ ശരിയാക്കിയിടും. എന്തിനുണ്ട് സിദ്ധാർത്ഥ മലയാളം വെച്ചിട്ടുണ്ട്. കമലഹാസൻ സിദ്ധാർത്ഥമാണ് ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സ്. അത് വേറെ കാര്യം. പിന്നെ പറഞ്ഞല്ലോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്തിരൻ 2.0 ഇന്ത്യൻ. പിന്നെ ഇത് ഒക്കെ ഡയറക്റ്റ് ചെയ്ത അന്യൻ തുടങ്ങിയ സിനിമ, മുതൽവൻ തുടങ്ങിയ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ശങ്കറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യാം. തേർഡ് പാർട്ടിന് ശങ്കർ എന്നാ പൊളിയായിരിക്കും. അത് ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഇത് ഞാൻ പറഞ്ഞ എസ് സൂര്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമിയോ അവിടെ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിലാണ് മെയിൻ വില്ലനായിട്ട് വരുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല, അവരൊന്നും കളിയാക്കാൻ പറ്റില്ല. മൊക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ മൊക്കെയാണ്, പക്ഷേ തേർഡ് പാർട്ടിൽ ശരിയാവുമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് തൊട്ട് സഹായിക്കാൻ തൊടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ് ആൻഡ് കതിരലൂറോ റോ 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 എൻ്റെ ആവശ്യ